ആരാ? ഐ ആം CI ഫ്രം ക്രൈം ബ്രാഞ്ച്. സർ, ഇത് CI സേവിയർ സർ. അറിയാം, CI സേവിയറെ അറിയാം, SI അബൂട്ടിയെ അറിയാം, ACP ആദ്യം അറിയാം. എവിടെ ACP? എനിക്ക് തിരുമുൽപ്പാട് കൊലക്കേസ് അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള സമഗ്രമായ റിപ്പോർട്ട് ഒന്ന് വേണം. പിന്നെ നിങ്ങളുടെ യൂണിഫോമിലുള്ള ചില ഫോട്ടോസും. എന്തിനാണെന്ന് മനസ്സിലായില്ല. ക്രൈം ബ്രാഞ്ചിൽ കൊടുക്കാൻ. അതിന് ക്രൈം ബ്രാഞ്ച് അല്ലല്ലേ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? വേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പബ്ലിഷ് ചെയ്യാമല്ലോ. അതും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവനെയുള്ള ഫുൾ സൈസ് കളർ ഫോട്ടോയോട് കൂടി. ഇങ്ങനെയല്ലേ ഷൈൻ ചെയ്യാൻ പറ്റൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. താനാരാ? ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? CI ഓഫ് ക്രൈം ബ്രാഞ്ച്. ക്രൈം ബ്രാഞ്ച് ദൈവാരികയുടെ പത്രാധിപർ CI. ചെറിയാൻ ഐസക്. ഞാനൊരു ഹൃദ്രോഗിയായിപ്പോ. തനിക്ക് എന്താ വേണ്ടത്? കളർ ഫോട്ടോ? വേണ്ട. എന്നാ തൽക്കാലം ക്രൈം ബ്രാഞ്ച് CI അങ്ങ് പോ. ഓ, ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളുടെ ചരിത്രവും എനിക്കറിയാം. അവരെ കുറിച്ച് വല്ല വേണ്ടാതീനൊക്കെ എഴുതി ഞാൻ ജീവിച്ചോളാം. റിപ്പോർട്ട് എനിക്ക് തരുവോ സാർ? അതല്ലടോ, പിന്നെ തനിക്ക് ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളെ അറിയും? അറിയാം സാർ. എല്ലാവരെയും അറിയാം സാർ. ഒരു സീമാ രഘു. അയ്യോ, വളരെ ഫേമസ് അല്ലേ സാർ? പക്ഷേ VIPസുമായിട്ട് മാത്രമേ ഇടപാടുള്ളൂ. എന്താ വേണോ സാർ? വേണമല്ലോ. എന്താ അറേഞ്ച് ചെയ്യും? അറേഞ്ച് ചെയ്യാം സാർ. അയ്യോ, ഞാൻ അറേഞ്ച് ചെയ്യാം സാർ. ഓക്കെ. ഓ, താങ്ക് യു സാർ. ഒരു പണി ഒത്തപ്പേ. എന്തേ ജ്യൂസ് മാത്രം മതിയെന്ന് വെച്ചത്? രാത്രി ഞാൻ ജ്യൂസേ കഴിക്കാറുള്ളൂ, അതാ. ബാങ്ക് മാനേജർ ആള് കൊള്ളാലോ. പിന്നെ ഈ ഫയലൊന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ബാങ്കിലെ ചില പേപ്പറുകളാ. രാവിലെ എന്നെ മറക്കാതെ ഏൽപ്പിക്കണം. ഞാൻ ഒരു മറവിക്കാരനാ. ഇയാള് എന്റെ ഒരു കൂട്ടുകാരനാ, തിരുമുൽപ്പാട്. പാവം, ചത്തുപോയി. തന്നെ കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത്. അന്ന് കേറിയ ഒരു പൂതിയ. തിരുമുൽപ്പാടിന് തന്നെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി 1000 നാവാ. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. എന്തേ? 1000 നാക്ക് ജന്തു. പെണ്ണെന്ന് കേട്ടാ പിന്നെ പേ പിടിച്ച മാതിരി അയാൾക്ക്. ആണുങ്ങൾ അങ്ങനെ പേ പിടിച്ച് പരക്കം പാഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ കഞ്ഞി കുടിച്ച് ജീവിക്കും? അല്ല സീമ, ഈ തിരുമുൽപ്പാട് ആളൊരു പാവായിരുന്നു അല്ലേ? പാവം. എന്നെ സീമ അല്ലതാക്കിയത് ഈ ദുഷ്ടനാ. പണത്തിന് വേണ്ടി എന്തും. നമുക്ക് ഈ വിഷയം കളയാം. പണത്തിന് വേണ്ടി എന്തും? പറ കേക്കട്ടെ. ഒന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിങ്കാവണില്ല. ഇതിന് മാത്രം വലിച്ചെറിയാൻ ഇയാൾക്ക് എവിടുന്ന എത്ര പണം? ആരും അറിയാതെ കാശുണ്ടാക്കാനും ആരും അറിയാതെ ചെലവാക്കാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. ഓഹോ. അല്ല, ചോദ്യം കേട്ടിട്ട് നമ്മൾ ബാങ്ക് മാനേജർ തന്നെയാണോ? അല്ല, ഞങ്ങൾ ഈ CAക്കാർക്ക് എപ്പോഴും ഇങ്ങനെ. എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി. അപ്പോ തിരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവമല്ല. വേന്ദ്രനാണല്ലേ? എക്സ്ട്രാ ഇൻകം ഉള്ളവൻ, തന്നിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ളവൻ. ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? മനസ്സിലായില്ലേ? തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാ അയാൾക്ക് ഫോൺ ചെയ്തത്? ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കാൻ സീമാ രഘുവിന് എന്റെ മുകളിൽ ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വരുന്നവരെല്ലാം എന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അവരൊന്നും സഹായിച്ചാൽ തീരുന്ന പ്രശ്നവുമല്ലത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് സീമ സത്യം പറഞ്ഞേ. ആര് പറഞ്ഞിട്ടാ നീ അന്ന് തിരുമുൽപ്പാടിനെ വിളിച്ചത്? MP ഗോപിനാഥൻ പറഞ്ഞിട്ടാ അന്ന് ഞാൻ വിളിച്ചത്. തിരുമുൽപ്പാടിന് ഒരു ലഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ലഞ്ചിന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? DGP പിള്ള, ബോർഡ് മെമ്പർ മൂസ, പിന്നെ കമ്മീഷണർ മായ പിള്ള. ഹലോ, ശരിയാണോ? നീ സത്യമാണ് പറയുന്നത്? സാറേ, സീമയുടെ വീട്ടിൽ കയറ്റി വാതിലും അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം. ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക്. എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക്. ബാക്കി ഞാൻ ഏറ്റു. താൻ പോണ്ടേ? ശരി സാർ. റെയ്ഡ് ചെയ്യുമ്പോ സാക്ഷി വേണം. താൻ ആ മായാപ്പിള്ളയെ കൂടെ വിളിച്ചു പറ. അവന്റെ തനതിൽ അവൾ നേരിട്ട് കാണട്ടെ.
പെട്ടെന്ന് വേണം കാര്യങ്ങള്. മുസേ, നമ്മുടെ പിള്ളേരെയും കൂടെ കൂട്ട്, എങ്കിലേ ഈ റെയ്ഡിനൊരു സുഖം വരൂ. തിരുമുൽപ്പാട് ലഞ്ച് കഴിഞ്ഞ് എപ്പ പോയി? 4 മണി വരെ നിന്നു, പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. കണ്ണൻ മേനോന്റെ തന്നെയാണോ ഈ പവർ ഓൺ? എനിക്കറിയില്ല സാർ, മകൻ അവിടെ ഒന്ന് താമസിക്കാറുണ്ട്, അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടിനെ കൊന്നതാരാണ്? കണ്ണൻ മേനോനോ ഗോപിനാഥൻ? എനിക്കൊന്നും അറിയില്ല, അറിയാവുന്നതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. ഉം. നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. നിന്റെ ഒരു യോഗം. വരട്ടെ.